നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറി വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു തൊടുകുറി വീഡിയോയിലൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്താണോ, അതിനുള്ള പരിഹാരം കൂടെ ഈ ഒരു തൊടുകുറി വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തെ മറികടക്കണം എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു തൊടുകുറി വീഡിയോയിലൂടെ ഫലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് കാണുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫലവും ലഭിക്കില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ 2 ദൈവിക ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രവും, രണ്ടാമത്തേത് ഗണപതി ഭഗവാന്റെ ചിത്രവും. ഈ 2 ചിത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം ഏകാഗ്രമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു തൊടുകുറിയിൽ പങ്കെടുക്കാനായിട്ട്. ശേഷം കണ്ണുകളടച്ച് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ഒരു ദൈവത്തെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനോട് നിങ്ങളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം, എന്താണോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പതിയെ കണ്ണുകൾ തുറക്കുക. ഈ തുറക്കുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ, അതായത് ഒന്നാമത്തേത് ഗുരുവായൂരപ്പന്റെ ചിത്രവും രണ്ടാമത്തേത് വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രവുമാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടി കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഏത് ചിത്രമാണോ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് പോകുന്നത്, ആ ഒരു ചിത്രം തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, തൊടുകുറി വീഡിയോയിൽ ഫലങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ പാലിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് കൃത്യമാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ മനസ്സ് പറയുന്ന ചിത്രം തന്നെ തിരഞ്ഞെടുക്കണം. ഒരു തവണ ഗുരുവായൂരപ്പന്റെ ചിത്രം സെലക്ട് ചെയ്യുന്നു, പിന്നീട് ഗണേശ ഭഗവാന്റെ ചിത്രത്തിലേക്ക് മാറിപ്പോകുന്നു. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഓർത്തു വയ്ക്കുക. ആ ഒരു ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. ആദ്യ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയാസങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അതാണ്. നോക്കൂ, ഞാൻ എത്രമാത്രം അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു, എത്രമാത്രം അവരെ സഹായിച്ചു. എന്നിരുന്നാലും എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത് എനിക്കില്ല എങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കട്ടെ, കുടുംബക്കാരായാലും അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തുക്കളായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് പണമില്ല എങ്കിൽ പോലും നിങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിനെ അതിജീവിക്കാനായിട്ട് ആരും നിങ്ങളെ സഹായിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കുടുംബത്തില് ചില അസ്വാരസ്യങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെയും തന്നെ നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടങ്ങളിൽ നിങ്ങൾ ഒരുപാട് സഹായിച്ചിരുന്ന ആളുകൾ നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരു സാഹചര്യവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കാണുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം, കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ, ഈ രണ്ട് ബുദ്ധിമുട്ടുകളും നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട്. രോഗവും ഇതിലൊരു കാരണം തന്നെയാണ്. അപ്പോൾ ഇതിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും രാവിലെ എഴുന്നേറ്റ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഒരു നെയ്ദീപം തെളിയിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തെളിയിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് ഗുരുവായൂരപ്പന്റെ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കാം. ഒരു ചിരാതില് നെയ്യൊഴിച്ച് തിരിയിട്ട് തെളിയിക്കുക. ഇത് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. 21 ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അതായത് 21 വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ആ 21 വ്യാഴാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഭഗവാൻ സൃഷ്ടിക്കും. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ ഭഗവാന്റെ ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകും. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരുടെയും പൊയ്മുഖങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ അകറ്റി നിർത്താൻ ഭഗവാൻ തന്നെ നിങ്ങളെ ഉപദേശിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഗണേശ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കഠിനാധ്വാനികളായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലേക്കാണ് നിങ്ങളിപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ആ ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. ഒരു വീട് പണിയോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകാം. എന്തോ ഒരു കാര്യത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധനം വരാനുണ്ട്, പക്ഷെ അതിനും തടസ്സങ്ങളാണുള്ളത്. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നില്ല. നിങ്ങൾ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോണിന് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാകുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ തടസ്സങ്ങളില്ലായ്മ ചെയ്യണം. അതാണ് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ആ തടസ്സങ്ങൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഗണേശ ഭഗവാനെ മുറുകെ പിടിച്ചേ പറ്റുള്ളൂ. ജീവിതത്തിലെ പല രീതിയിലുള്ള വെല്ലുവിളികളാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പലരിൽ നിന്നും നേരിടുന്ന തടസ്സങ്ങൾ, പല കാര്യങ്ങളിലും നേരിടുന്ന തടസ്സങ്ങൾ,
അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം അധികം ദൂരെയല്ല, വളരെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. അതിനായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു തടസ്സങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക. സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെയും ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഗണേശ ഭഗവാന് നാളികേരം ഉടയ്ക്കണം. തലയ്ക്കുഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു തടസ്സങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം ഉടയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു തടസ്സങ്ങൾ ഇല്ലാതാകും. ഇത് മാത്രം ചെയ്താൽ പോരാ, ഭഗവാന് ഒരു കറുകമാല കൂടെ സമർപ്പിക്കണം. അടുത്തുള്ള ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നമുക്ക് കറുകമാല കെട്ടിക്കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ ലഭിക്കുമെങ്കിൽ അങ്ങനെ വാങ്ങി സമർപ്പിക്കുകയും ചെയ്യാം. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. അതായത് ആദ്യം ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ശേഷം 3 ദിവസം തുടർച്ചയായിട്ട് ഓരോ നാളികേരം വീതം കൊണ്ടുപോയിട്ട് തലക്കുഴിഞ്ഞ് അവിടെ ഉടയ്ക്കുക. ശേഷം 4-ാമത്തെ ദിവസമാണ് നിങ്ങൾ അവിടെ ഒരു കറുകമാല സമർപ്പിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ആ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വരുന്ന ആ വിലങ്ങുതടികൾ എല്ലാം ഇല്ലാതാകും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 2ാമത്തെ ചിത്രമായിട്ടുള്ള വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.